നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഹാങ്ക്ഡ് മാൻ ആണ്. സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് 10 of Cups and Queen of Pentacles, High Priestess and 6 of Wands, 3 of Pentacles, Strength, Ace of Cups. പേജ് ഓഫ് വാൻസ് ആണ്. ദ ഫൂളും കിട്ടിയിട്ടുണ്ട് ബോട്ടം ഓഫ്റ്റൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം, ഡെക്കൊക്കെ ഒന്ന് കാർഡ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം എന്ത് മീനിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, സോറി നോയ്സൊക്കെ ഉണ്ടാവും, ചുറ്റും പക്ഷികളും ഒക്കെ ഉള്ളതല്ലേ, പിന്നെ ഓരോ വീടുകളും അടുത്തായതുകൊണ്ട് നല്ല വോയിസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ പറയാമെന്ന് പറഞ്ഞാൽ ഹാങ്ക്ഡ് മാൻ എന്ന് പറഞ്ഞാൽ അവർ തല തിരിഞ്ഞാണ് ഈ ലോകത്തെ കാണുന്നത്. തല തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം ഈ അതായത് നിങ്ങളെ വീട്ടുകാർ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല, അതേപോലെ തന്നെ സൊസൈറ്റി എതിരായിരിക്കുമോ, അങ്ങനെയുള്ളൊരു തോട്ട്സ് ഒരു ഉള്ളിലുണ്ട്. മാത്രമല്ല എങ്ങനെ ഒന്നിച്ചെങ്ങനെ പോകും അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട് മെൻറ്റാലിറ്റിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷേ നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല കുടുംബത്തിലൊക്കെ ഇദ്ദേഹം ഒരു പേര് കേട്ട ഒരാളായിരിക്കാം, നല്ലൊരു വ്യക്തിത്വം ഉള്ളൊരാളായിരിക്കാം. മാത്രമല്ല നിങ്ങളെ ഫാമിലി ആയിട്ട് കാണുന്നുണ്ട്, നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റിക്കിളാണ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ഹൈ പ്രീത്യസ്, അതായത് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഈ ചിലപ്പോൾ ഇത് രഹസ്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ആരും അറിയണ്ട അങ്ങനെയുള്ളൊരു, പക്ഷേ നിങ്ങളിലേക്ക് വിജയം വേണം, ആ ഒരു സക്സസ്സോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഇതാണ്. 3 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ അവർ കൂടി ആലോചിക്കുന്നുണ്ട്. അത് വ്യക്തി അവരുടെ ഫ്രണ്ട്സുകളോടും മറ്റുള്ളവരോടും ഒപ്പീനിയൻസ് തേടുന്നുണ്ട്. എന്താണ് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കൺഫ്യൂസ്ഡും കാര്യങ്ങളും നല്ലോണം ഉണ്ട്. പക്ഷേ അതൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തീരുമാനത്തിലൂടെയാണ് അവർ പോകുന്നത്. സ്ട്രെങ്ത്ത്, അവർക്കിപ്പോൾ നല്ല സ്ട്രെങ്ത്ത് ഉണ്ട്, പക്ഷേ ചിലവർക്ക് സ്ട്രെങ്ത്ത് വരുന്നേ ഉള്ളൂ. സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ഒരു സിറ്റുവേഷൻ ആണല്ലോ, അതിനനുസരിച്ച് ഓവർ ഫ്ലോയിങ് ആണ്. നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, മാത്രമല്ല നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം, നിങ്ങളോട് വന്ന് കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് അവർക്ക്. നിങ്ങളെയാണ് അവർ നോട്ടിട്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ഒന്ന് വിശദീകരിച്ച് നിങ്ങളൊന്ന് പഠിക്കണം, നിങ്ങളെപ്പറ്റി അറിയണം എന്നൊക്കെ അവർക്ക് ഭയങ്കര കൗതുകപരമായിട്ട് അവർക്ക് ഒരു ജിജ്ഞാസയോട് കൂടിയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫൂളാണ്, ന്യൂ ബിഗിനിങ് ആണ്. പക്ഷേ മെച്യൂരിറ്റി ചില ടൈമിൽ മെച്യൂരിറ്റി കുറവോട് കൂടി പെരുമാറും, ചില നേരത്ത് മെച്യൂരിറ്റിയോട് കൂടി പെരുമാറും, മെച്യൂരിറ്റി ഇല്ലാതെ പെരുമാറും, മെച്യൂരിറ്റി ഉള്ളതോട് കൂടി പെരുമാറും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ടവർ വന്നിരിക്കുന്നുണ്ട്. ടവർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ സാധ്യതയല്ല കാണുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷന്. അവർ അവരുടേതായ ആ ഒരു തോട്ടിൽ കൂടെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ മാറിയാണ്. ഓക്കെ, ഇതുവരെ ലോകം തിരിച്ചാണ്, എന്ത് ഒരു ഇതായാലും വേണ്ടിയില്ല, അവളെൻ്റെ ഫാമിലിയാണ്, അവളെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം, അവളെ എനിക്ക് വേണം എന്നൊരു മെൻറ്റാലിറ്റിയോടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് ഫ്ലോപ്പായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ 3 കാർഡ്സ് എടുക്കാം. 1 2 3. ഓക്കെ, ഏസ് ഓഫ് കപ്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ബോട്ടം ഔട്ടൊക്കെ. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് എൻഡ് ആവുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതിൽ നിങ്ങൾ ഭയങ്കര സ്റ്റക്കായിട്ട് നിൽക്കായിരിക്കാം.
അതേപോലെ തന്നെ പേജ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു മെമ്മറീസും കാര്യങ്ങളും നിങ്ങൾക്ക് ശക്തമായിട്ടുള്ളൊരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് സ്റ്റക്കാവരുത്. ആ വ്യക്തിയെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കരിയറും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പേജ് ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ മൂവ്മെൻറ്റ് അത് മൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ളൊരു മെമ്മറീസിലാണ് നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതെങ്കിൽ നിങ്ങൾ സോൾസാണ് പറയുന്നത്, വാളാണ് വന്നിരിക്കുന്നത്. ആ വാളിനെ പ്രതിനിധീകരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിജയത്തെ പ്രതിനിധീകരിക്കുകയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ആ വാൾ കൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, പഴയ ഓർമ്മകളിൽ സ്റ്റക്കാവേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് 4 ഓഫ് സോൾസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ മൈൻഡ് ആൻഡ് സോള് ആൻഡ് ബോഡി ഇതൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തീർച്ചയായും വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ കറൻറ്റ് ഫീലിംഗ്. അതേപോലെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സ് ഗൈഡൻസ് ഇതാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ഇതാണ്. സോറി, നിങ്ങളുടേതും ഉണ്ട്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.